വാഴത്തണ്ട് മുറിച്ചിട്ട് രഥം രണ്ട് ചമയ്ക്കണം. ഉടുപ്പൂരാത്ത പച്ച നിലക്കടലുകളെ തിളച്ച വെള്ളത്തിലിട്ട് അടച്ചുകൂട്ടി അച്ചടക്കം പഠിപ്പിക്കുന്നു മുത്തശ്ശി. കരുക്കൾ നിരന്നിരിക്കുന്ന ലൂക്കയുടെ ചെസ് ബോർഡ് മുത്തശ്ശനിൽ ചതുരംഗ സ്മരണകൾ ഉണർത്തി. വാഴത്തണ്ട് മുറിച്ചിട്ട് രഥം രണ്ട് ചമയ്ക്കണം. ഭാരതത്തിന്റെ ചതുരംഗം എങ്ങനെ ലോകത്തിന്റെ ചെസ്സായി മാറിയെന്ന് മുത്തശ്ശൻ ലൂക്കായെ ധരിപ്പിക്കുന്നു. സാരംഗിന്റെ പരിസരത്തുനിന്ന് സംഘടിപ്പിച്ച മുളംതണ്ട്, കമ്പുകൾ, കല്ലുകൾ, പൂക്കൾ, ഇലകൾ, കരിക്കട്ട എന്നിങ്ങനെയുള്ള അസംസ്കൃത സാധനങ്ങൾ കൊണ്ട് ലൂക്ക ആദ്യ ദിവസങ്ങളിൽ തന്നെ അതിസുന്ദരമായ ഒരു ചെസ് ബോർഡും കരിക്കളും ഉണ്ടാക്കിയിരുന്നു. പണി തീർന്ന അന്നു മുതൽ ഇടവേളകളെ ആനന്ദപൂർണ്ണമാക്കിക്കൊണ്ട് ലൂക്കായും കൂട്ടരും കളിയും തുടർന്നു പോന്നിരുന്നു. പൂക്കളും ഇലകളും ഒക്കെ വാടും എന്നതിനാൽ അതുമാത്രം അന്നൊന്ന് മാറ്റി പുതുക്കി വയ്ക്കും. ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയ അസുലഭ അവസരത്തെ മുതലാക്കാൻ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമുള്ളവരാണ് ഇവിടെ എത്തുന്ന സന്നദ്ധ പ്രവർത്തകരിൽ അധികവും. ആവോളം അധ്വാനിച്ച് ശരീരത്തെയും ഇഷ്ടവിനോദങ്ങളിൽ മുഴുകി മനസ്സിനെയും ആരോഗ്യത്തോടെ കാത്തുരക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നവർ. കടലമണികളെ ഉള്ളം കൈയിലിട്ട് ഞെരിച്ച് പദം വന്നു എന്നാശ്വസിച്ച മുത്തശ്ശി കടലേന്ന് കടലമുറവുമായി പുറത്തേക്ക്. കളിക്കുന്നവർക്കും കാഴ്ചക്കാർക്കും പ്രസാദം എത്തിച്ച് മുത്തശ്ശിയും കാഴ്ചക്കാരിയായി. ബ്രോഡി കുളിവെള്ളത്തിന്റെ അടുപ്പിൽ ആവേശത്തോടെ തീ പിടിപ്പിക്കുന്നു. So I started speaking to them in Spanish and they started replying in Spanish. When did you learn Spanish? കളി കഴിഞ്ഞ് അന്തരീക്ഷവും ശരീരവും തണുത്തു വിറയ്ക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ ഒരു കുളി. ഹായ്.